നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനൽ എന്ന് പരക്കെ വിശേഷിപ്പിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDFന് ഉണ്ടായ വിജയം ഒരു യാഥാർത്ഥ്യമാണ്. ത്രിതല പഞ്ചായത്തുകളിൽ, അതായത് ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലും നഗരസഭകളിലും കോർപ്പറേഷനുകളിലും അവർക്ക് കൃത്യമായ മാൻഡേറ്റ് കിട്ടി, ജനവിധി കിട്ടി. ജില്ലാ പഞ്ചായത്തുകൾ 7-7 എന്ന നിലയിലാണ് LDFും UDFും ജില്ല തിരിച്ചു നോക്കുമ്പോൾ എങ്കിലും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളുടെ എണ്ണത്തിൽ UDF ആണ് മുന്നിൽ. അങ്ങനെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം UDFന് അനുകൂലമാണ്. കണക്കുകൾ കൃത്യമാണ്, പല എല്ലാ വിശദാംശങ്ങളോടെയും പുറത്തു വന്നു കഴിഞ്ഞതുമാണ്. റിസൾട്ട് വന്ന പിറകെ UDFൻ്റെ ഏറ്റവും വലിയ അവകാശവാദം UDFൻ്റെയും UDFനെ നയിക്കുന്ന കോൺഗ്രസിൻ്റെയും അതിലെ രണ്ടാമത്തെ കക്ഷിയായ മുസ്ലിം ലീഗിൻ്റെയും ചെറിയ കക്ഷികളായ CMP അടക്കമുള്ള എല്ലാവരുടെയും സ്വാഭാവികവും എന്നാൽ ആവേശം നിറഞ്ഞതുമായ അവകാശവാദം ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നതിൻ്റെ മുന്നോടിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അതിശക്തമായി തിരിച്ചു വരും എന്നാണ് പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് 86-90 ഇടയിൽ സീറ്റുകളിൽ ഞങ്ങളിപ്പോൾ മുന്നിലാണ്. ഈ കണക്കനുസരിച്ച് അതിനേക്കാൾ കൂടുതൽ സീറ്റുകളോടെ 100 സീറ്റുകളിലധികം നേടി UDF വരും. അങ്ങനെയുള്ള അവകാശവാദങ്ങൾ ആദ്യത്തെ ഏതാനും ദിവസങ്ങളിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ പൊടിപടലങ്ങളായി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ആ പൊടിപടലങ്ങളൊക്കെ മാറി കണ്ണു തെളിഞ്ഞപ്പോൾ നോക്കുമ്പോൾ മേയർ നിശ്ചയിക്കൽ, പഞ്ചായത്ത് പ്രസിഡന്റുമാരെ നിശ്ചയിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങളിലെ തർക്കം, അതിനിടയിൽ ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റിയതിനെക്കുറിച്ച് പാർലമെൻറ്റിൽ UDFൻ്റെ MPമാർ പാരഡി ഗാനം പാർലമെൻറ്റ് പുറത്ത് അവിടെ നിന്ന് തന്നെ തുടങ്ങണം. പോറ്റിയെ കയറ്റിയേ എന്ന് പറയുന്ന ആ പാരഡി ഗാനത്തെ ഏതോ വലിയ ദേശഭക്തി ഗാനത്തിൻ്റെ ആവേശത്തോടെയാണ്, അത്യാവേശത്തോടെയാണ് UDF MPമാർ പാടിയതും UDFൻ്റെ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും പ്രത്യേകിച്ചും സൈബർ ഇടങ്ങളിൽ ആഘോഷിച്ചതും. എന്നിട്ട് കാര്യങ്ങൾ 2 ദിവസം കൊണ്ട് തിരിഞ്ഞു പറഞ്ഞപ്പോൾ കാണുന്നത് എന്താണ്? സോണിയാഗാന്ധി, കോൺഗ്രസിന് മുൻ അധ്യക്ഷ, UPയുടെ മുൻ അധ്യക്ഷ, കേരളത്തിലെ ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ നമ്പർ 1 നേതാവ്, സോണിയാഗാന്ധിക്ക് പോറ്റിയെ കാണാൻ തടസ്സമുണ്ടായിരുന്നത് മാത്രമല്ല മറ്റാർക്കും മുൻപ് പണ്ടൊരിക്കൽ K കരുണാകരൻ തുടർച്ചയായി അപ്പോയിൻമെൻറ്റ് ചോദിച്ചിട്ട് പോലും നിഷേധിച്ച അതേ സോണിയ നിരവധി സമയം, ഒരുപാട് സമയം പോറ്റിയുമായി കൂടിക്കാഴ്ച സംസാരിക്കുന്ന, ചർച്ച നടത്തുന്നു. അതിൻ്റെ വിഷ്വൽസ് പുറത്തു വന്നു, അതിൻ്റെ ഫോട്ടോസ് പുറത്തു വന്നു. അവിടെ മുതൽ തന്നെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നൽകിയ തിളക്കം കോൺഗ്രസിന് UDFന് കുറഞ്ഞു തുടങ്ങി. അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ കാണുന്ന ഓരോ കാര്യങ്ങളും എടുക്കുമ്പോൾ അതാണ് നമ്മുടെ പോയിൻ്റ്. ഏത് കൺക്ലൂഷനിലാണ് എത്താൻ കഴിയുന്നത്? ഇവരെ വിശ്വസിച്ചുകൊണ്ട് എങ്ങനെ ജനം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം കണ്ടുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരെ അഡ്രസ്സ് ചെയ്യും, അല്ലെങ്കിൽ തിരിച്ച് ജനത്തെ അവരെങ്ങനെ അഭിമുഖീകരിക്കും, ഇവരെങ്ങനെ വോട്ട് ചോദിക്കും, ജനം എങ്ങനെ വോട്ട് ചെയ്യും, ഓരോന്നെടുത്ത് പരിശോധിക്കാൻ നമുക്ക് ഹ്രസ്വമായി ആണെങ്കിലും പോറ്റിയെ കയറ്റിയതിൽ സോണിയാഗാന്ധിയുടെ റോള് പുറത്തു വന്നു. അതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട BJPയുടെ VV രാജേഷിനെ ഫോണിൽ അങ്ങോട്ട് വിളിച്ച് അഭിനന്ദിച്ചു എന്ന് കോൺഗ്രസ്സുകാർ പ്രചരിപ്പിച്ചു, BJPക്കാരേക്കാൾ ആവശ്യത്തോടെ. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദമായ പത്രക്കുറിപ്പ് ഇറക്കി. അപ്പോൾ മനസ്സിലാവുന്നത് എന്താണ്? രാജേഷ് അങ്ങോട്ട് വിളിച്ചതാണ്. അപ്പോൾ CMന് തിരക്കായിരുന്നു. മുഖ്യമന്ത്രിയുടെ PA തിരിച്ചു വിളിച്ചു, മേയറുമായി സംസാരിച്ചു. അത് സ്വാഭാവികമാണ്, അതിനപ്പുറത്തൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങോട്ട് വിളിച്ചതുമല്ല, അഭിനന്ദനം അറിയിക്കാൻ വേണ്ടി രാജേഷെ ഞാൻ പിണറായിയാണ് എന്ന് പറഞ്ഞ് UDFകാർ കോൺഗ്രസ്സുകാർ പ്രചരിപ്പിച്ച സ്റ്റൈൽ ഒന്ന് സംസാരിച്ച് അങ്ങോട്ട് ആവേശം കാണിച്ചതുമല്ല. കൊച്ചി മേയർ തെരഞ്ഞെടുപ്പിലുണ്ടായ സംഭവങ്ങൾ കേരളത്തിലെ കോൺഗ്രസിനെ ആകെ വല്ലാത്തൊരവസ്ഥയിലെത്തിച്ച് അവമതിപ്പുണ്ടാക്കി കോൺഗ്രസിന് UDFനും.
KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് ഇത്തവണ ജയിച്ചു കൗൺസിലറായി. ദീപ്തി മേരി വർഗീസ് ആയിരിക്കും മേയർ എന്ന് ആദ്യ ദിവസങ്ങളിൽ തന്നെ ഫലം വന്നിട്ട് പുറകെ തന്നെ പ്രചരിക്കുകയും കോൺഗ്രസ് നേതാക്കന്മാർ ഏതാണ്ട് സമ്മതിക്കുകയും ചെയ്തു. പക്ഷെ അതിന് തൊട്ട് പുറകെയാണ് വേറെ 2 പേരുടെ പേരുകൾ കൂടി വരുന്നു, 2 സ്ത്രീകൾ. അതിൻ്റെ പേരിൽ കത്തോലിക്ക സഭ ലത്തീൻ കത്തോലിക്ക സഭ ആവശ്യപ്പെട്ടു അവരിൽ ഒരാളെ ആക്കണം, VK മിനിമോളെ ആക്കണം എന്ന് ആവശ്യപ്പെട്ടു എന്ന് വാർത്ത വരുന്നു. ദീപ്തി മേരിയാണ് അർഹതയുള്ള ആൾ എന്ന് കോൺഗ്രസ് ഒരു വിഭാഗം വാദിക്കുന്നു. അവസാനം രാഖി രായമാനം കണ്ണടച്ച് തുറന്നപ്പോൾ നോക്കുമ്പോൾ ദീപ്തി മേരി പുറത്ത്, VK മിനി അകത്ത്. അതിൻ്റെ തർക്കം, അതിൻ്റെ പൊട്ടിത്തെറി അതങ്ങനെ നിൽക്കുകയാണ്. ആ ആലോചന അടുത്ത 5 വർഷവും സ്വാഭാവികമായി നിന്നുകൂടാകില്ല. തൃശ്ശൂരിലോട്ട് പോയാൽ തൃശ്ശൂരിൽ ലാലി ജെയിംസിനെ മേയറാക്കാനായിരുന്നു പ്ലാൻ. പക്ഷെ അവരെ മേയറാക്കിയില്ല. അതിനു പകരം വേറൊരു നിജി ജസ്റ്റിനെ മേയറാക്കി. ലാലി ജെയിംസ് ആരോടും ഉന്നയിച്ചു, എന്നോട് കോൺഗ്രസ് നേതൃത്വം പണം ചോദിച്ചു, ആ പണം കൊടുക്കാൻ എൻ്റെ ഇല്ലായിരുന്നുകൊണ്ടാണ്. അതുകൊണ്ട് ഇപ്പോൾ മേയറാക്കപ്പെട്ട ആളും അവരുടെ ഭർത്താവും കൂടി പണപ്പെട്ടിയുമായി DCC ഓഫീസിൽ പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ പൈസ കൊടുത്തിട്ടാണ്, എനിക്ക് പൈസ ഇല്ലായിരുന്നു കൊടുക്കാൻ, അവർക്ക് പൈസ ഉണ്ടായിരുന്നു. അപ്പോൾ പണമാണ് ഇതിനെ കളിച്ചത് എന്ന് തോന്നുന്നു, അഴിമതിയാണ്. കോൺഗ്രസ് സ്വന്തം മേയറെ നിശ്ചയിക്കാൻ വലിയ രീതിയിലുള്ള സാമ്പത്തിക അഴിമതി നടത്തി എന്ന് വിവരം വന്നു. ഇന്നിപ്പോൾ വരുന്നു, ലാലി ജെയിംസിനെ KPCC സസ്പെൻഡ് ചെയ്തു. അതായത് കൗൺസിലറായ ദിവസങ്ങൾക്കുള്ളിലായ പുതിയ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ പുതിയ കൗൺസിലിലെ കൗൺസിലറാണ്. LDFിൽ നിന്ന് പിടിച്ചെടുത്തു എന്ന് UDF അഭിമാനിക്കുന്ന തൃശ്ശൂർ കോർപ്പറേഷനിലെ സീനിയർ കൗൺസിലർ ലാലി ജെയിംസിനെ KPCC ആ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥ എത്തിയിരിക്കുന്നു. അഴിമതി ആരോപണം തുടങ്ങിയിട്ടേ ഉള്ളൂ. അങ്ങനെ ഓരോ കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ലീഗിന് കൊച്ചിയിൽ ഡെപ്യൂട്ടി മേയർഷിപ്പ് കിട്ടണമെന്നുണ്ടായിരുന്നു. അത് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒഴിവാക്കി കോൺഗ്രസിന് തന്നെയാണ്. അങ്ങനെ പോറ്റിയെ കയറ്റിയതിൽ സോണിയാഗാന്ധിയുടെ റോള്, VV രാജേഷിനെ പിണറായി വിളിച്ചു എന്ന് വരുത്താൻ ശ്രമിച്ച് പൊളിഞ്ഞ് പാളിഷായത്, കൊച്ചി മേയർ തിരഞ്ഞെടുപ്പ്, തൃശ്ശൂർ മേയർ തിരഞ്ഞെടുപ്പ് എല്ലാം കഴിഞ്ഞാൽ ലാസ്റ്റ് ഇന്നിപ്പോൾ വരുന്നു, തൃശ്ശൂർ ജില്ലയിലെ മറ്റത്തൂർ പഞ്ചായത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി ജയിച്ച 8 മെമ്പർമാർ ടപ്പയെന്ന് പറഞ്ഞ ഒറ്റയടിക്ക് BJP ചേർന്നു. BJP നേതൃത്വം പോലും അമ്പരന്ന് പോയി. കോൺഗ്രസ് നേതാക്കൾ കണ്ട് മഞ്ഞളിച്ച് നിൽക്കുകയാണ്, എന്താ സംഭവിക്കുന്നത് അറിയില്ല. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്ന് പറയുന്നത് 100% വസ്തുതയാണ് എന്ന് ഓരോ ദിവസവും അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിന് കോൺഗ്രസിന് വോട്ട് ചെയ്യണം, എങ്ങനെ കോൺഗ്രസിനെ വിശ്വസിക്കും, എങ്ങനെ കോൺഗ്രസിനെ ആശ്രയിക്കും, എന്തിന് കോൺഗ്രസിനെ ആശ്രയിക്കണം എന്നുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമില്ലാതെ കോൺഗ്രസ് അമ്പരന്ന് തരിപ്പണമായി നിൽക്കുകയാണ്. എപ്പോഴാണ് നിൽക്കുന്നത്? തോറ്റു തൊപ്പിയിട്ട് നിൽക്കുമ്പോഴല്ല, ജയിച്ച് വിജയശ്രീയിൽ ആളുതരായി നിൽക്കുമ്പോഴാണ് ഈ അപമാനം എന്നാലോചിക്കണം. 3 മാസം കഴിഞ്ഞ് 4ാം മാസം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിലാണ് കേരളം. ഇത് സെമി ഫൈനലാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അത് ഫൈനലാണ്. ഫൈനലിലേക്ക് കാല് വെക്കുമ്പോൾ തന്നെ ഇവർ ഫൈനൽ കളിക്കാൻ പോലും യോഗ്യരല്ല എന്ന് ജനം പറയുന്ന രീതിയിലുള്ള അപഹാസ്യമായ അവസ്ഥയിലാണ് കോൺഗ്രസും കോൺഗ്രസ് നയിക്കുന്ന മുന്നണിയും. എന്തൊരവസ്ഥയാണ്! വയനാട്ടിൽ AICC ജനറൽ സെക്രട്ടറിയായ പ്രിയങ്ക ഗാന്ധിയാണല്ലോ MP. അവർ അവിടെ കലണ്ടർ പുതിയ 2026 കലണ്ടർ ഇറക്കി. ആ കലണ്ടറിൽ MPയുടെ നേട്ടങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് കുറേ പേജുകളിൽ. മുഴുവൻ നമ്മുടെ സംസ്ഥാന LDF സർക്കാർ, പിണറായി വിജയൻ സർക്കാർ കഴിഞ്ഞ 10 വർഷം ചെയ്ത കാര്യങ്ങളുടെ വിശദീകരണമാണ്. ഇങ്ങനെ മറ്റുള്ളവരുടെ നേട്ടങ്ങൾ ഹൈജാക്ക് ചെയ്യുക, സ്വന്തമായി ഒന്നും ചെയ്യാനില്ലാതിരിക്കുക, സ്വന്തമായി ജനമൊരു വിജയം കൊടുത്താൽ അതിനെ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ വലിച്ചു കീറി നാവാവശേഷമാക്കുക, ഇതൊക്കെയാണ് കോൺഗ്രസിൻ്റെ ലൈൻ. ആ കോൺഗ്രസിനെയാണോ വീണ്ടും തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള ഒറ്റവരി ചോദ്യത്തിൽ തൽക്കാലം അവസാനിപ്പിക്കുന്നു. നന്ദി.